ഹായ്, നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഇനി നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ നമ്മുടെ ആപ്പിന്റെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വൈറ്റ് ഹൗസ് ലേണിംഗ് ആപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാൻ അധികം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, അൺലൈക്ക് അല്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ചോദ്യം നോക്കാം. ഞാൻ കുറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ചില സമാന്തര ശ്രേണികളിലെ ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചൂടെ പറഞ്ഞിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. ഓക്കെ, 2 പദങ്ങൾ തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് എഴുതണം. ഓക്കെ, നമുക്ക് എഴുതാം. ഓക്കെ, എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് ഇതിന് ഇംഗ്ലീഷ് ചോദ്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറെ ചോദ്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്കിതിന് 3-ാം പദം 34, 6-ാം പദം 67 തന്നിട്ടുണ്ട്. സോ നമുക്ക് 2 കള്ളികൾ വരയ്ക്കാം. കള്ളികൾ വരച്ചിട്ട് ചെയ്യാം. ഈസിയാണ്, കള്ളികൾ വരയ്ക്കാം. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ഞാനിപ്പോ എന്താണോ ചെയ്യുന്നത് അതേ പാറ്റേണിൽ തന്നെ നിങ്ങൾ ചെയ്ത് ശീലിക്കുക കേട്ടോ. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എക്സാമിനൊക്കെ അങ്ങനെ ചെയ്യണമെന്നില്ല. ഞാനിപ്പോ ഇവിടുന്ന് ഒരു 1 2 3 4 5 6 7 8 9 10 10 കള്ളികൾ 2 എണ്ണം. ഓക്കെ, ഇതിങ്ങനെ വരച്ചു. ഇവിടെ വരയ്ക്കുന്നുണ്ടേ, വരച്ചു. ഓക്കെ, കളറില്ല, കളർ. ഓക്കെ, സോ വെയിറ്റ്. ഓക്കെ, അഗെയിൻ ഒന്നിട്ട് വരയ്ക്കാം കേട്ടോ. റൈറ്റ്, എന്താണ് നമുക്ക് കള്ളികൾ വേണം. കളർ എവിടെ പോയി? യെല്ലോ. ഓക്കെ, സോ വി നീഡ്, നോക്കിക്കേ, 10 ഇങ്ങനെ കള്ളികൾ വേണം. ഓക്കെ, അത്രേ ഉള്ളൂ. വരച്ചു. 10 ഉണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഓക്കെ, വിസിബിൾ ആണല്ലോ, ഈസി വിസിബിൾ ആണ്. ഓക്കെ, സോ ഇതിൽ ഞാൻ എഴുതാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ, പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. നോക്കിക്കേ, ഇതിന് ഞാൻ x1 1-ാം പദം, x2 2-ാം പദം, x3 3-ാം പദം, x4 4-ാം പദം, x5 5-ാം പദം, x6 6-ാം പദം, x7 7-ാം പദം, x8 8-ാം പദം, x9 9-ാം പദം, x10 10-ാം പദം. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഇത് തന്നിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് ബാക്കി പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ഞാൻ കോപ്പി എടുത്ത് വെക്കുന്നുണ്ട്. കോപ്പി നമുക്ക് അപ്പുറത്തുകൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 3-ാം പദം തന്നിട്ടുണ്ട് 34. 3-ാം പദം എന്നിട്ടാ 34 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോറി, 3-ാം പദം 34. നോക്കിക്കേ, x3 അല്ലേ, 34 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ തന്നിട്ടുള്ള ചോദ്യത്തില്? 6-ാം പദം 67. 6-ാം പദം 67 കേട്ടോ. 6-ാം പദം ഇതാണ്. 6-ാം പദം എത്രയാ തന്നിട്ടുള്ളത്? 67 തന്നിട്ടുണ്ട്. ബാക്കിയുള്ള പദങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 എഴുതാനാ പറഞ്ഞിട്ടുള്ളേ. നമുക്ക് അല്ലാതെ എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഡി കാണണം. ഡി എന്ന് പറഞ്ഞാൽ എന്നിട്ട് പൊതുവ്യത്യാസമാണ്. അപ്പൊ മലയാളംകാരെ എഴുതി വെച്ചോളൂ, പൊതുവ്യത്യാസം. ഞാൻ വളരെ സ്ലോവിൽ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇത് സ്ലോ ആണല്ലോ, ഇതെന്താ പോവാത്തെ വിചാരിക്കരുത്. സോ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ. ഓക്കെ, സോ പൊതുവ്യത്യാസം ഡി ഈക്വൽ ടു, നമ്മൾ പറഞ്ഞിരുന്നു പൊതുവ്യത്യാസം കാണാനായിട്ടുള്ള ഈക്വേഷൻ എന്ന് പറയുന്നത് പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. ഓക്കെ, ഇംഗ്ലീഷുകാരെന്ത് പറയും? ടേം ഡിഫറൻസ്, നമ്മൾ അതിനെ ടി ഡി എന്ന് പറഞ്ഞു. ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതിന് ഞാൻ പി ഡി എന്ന് പറഞ്ഞു. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ഏതൊക്കെ ടേമുകൾ തന്നിട്ടുള്ളത് നമുക്കറിയാലോ. ഏതൊക്കെ തന്നിട്ടുണ്ട്? 67 മൈനസ് പിന്നെ എത്ര തന്നിട്ടുള്ളത്? 34 തന്നിട്ടുണ്ട്. ഇതാണ് ടേമുകൾ. ടേം ഡിഫറൻസ് കാണുന്ന പറഞ്ഞാൽ മൈനസ് ചെയ്തു. 67 മൈനസ് 34, താഴെ 67 മേലെ കിടക്കുന്നത് എത്രയാ? 6 അല്ലേ? 6 മൈനസ് ഇവിടെ കിടക്കുന്നത് എത്രയാ? 3 ഇസ് ഈക്വൽ ടു 67 മൈനസ് 34 ചെയ്യാം. 67 മൈനസ് 34, 4-ൽ നിന്ന് 7-ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 5 6 7 3, 6-ൽ നിന്ന് 3 കഴിഞ്ഞാൽ 3 33. ഓക്കെ, സോ വിൽ ബി 33 ഡിവൈഡഡ് ബൈ 6-ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 3 ആണ്. 3 33 ഹരിക്കണം 3, 3-ൽ 3 ഒരു പ്രാവശ്യം, 3-ൽ 3 ഒരു പ്രാവശ്യം. ഉത്തരം വന്നിട്ട് 11. അതായത് നമുക്ക് കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി 11 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടി 11 എന്ന് കിട്ടി. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് എഴുതുന്നുണ്ടേ. കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡി ഈക്വൽ ടു 11 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് x1 കാണാനായിട്ട് ഒരു ഈക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് x3 തന്നിട്ടുണ്ട്,
x3 എന്നല്ല, ഏതെങ്കിലും x2 x3 x4 ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസവും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? x1 കാണാൻ പറ്റും, ബാക്കിയുള്ള ടേംസ് എല്ലാം കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കേ, നമുക്ക് ചോദ്യത്തില് ഡി തന്നിട്ടുണ്ട്. ഡി തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ചു. ഡി എങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഡി എങ്ങനെ കണ്ടുപിടിച്ച? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്തപ്പോൾ നമുക്ക് ഡി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കാണാം? x1 കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് x3 നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്തായിരുന്നു ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? x3 എന്ന് പറഞ്ഞാൽ 34 തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈക്വേഷൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ഈക്വേഷൻ ഇതാണ്. ഇത് രണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്, ഇത് രണ്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഈക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈക്വേഷൻ എന്താണ്? x1 ഇസ് ഈക്വൽ ടു ഇത് കാണണം, x1 കാണണം. ഓക്കെ, നമുക്കൊരു കാര്യം അറിയാലോ, x3 ഉണ്ടല്ലോ, x3 അതിൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് x1 കിട്ടും. മനസ്സിലായോ? അതായത് x1 കാണണമെങ്കിൽ x3 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. x3 എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? x1 കഴിഞ്ഞാൽ x2, അത് കഴിഞ്ഞാൽ x3. x1 കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം. അതായത് x3യിൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് x1 കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ താഴെ അതേപോലെ തന്നെ എഴുതി വെക്കുന്നു. x1 ഇസ് ഈക്വൽ ടു x3 എത്ര തന്നിട്ടുണ്ട്? 34. പതിയാണ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോളൂ. മൈനസ് 2 അതേപോലെ തന്നെ എഴുതി വെച്ചു. ഡി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഡി. ഡി എത്ര തന്നിട്ടുള്ളത്? 11. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. x1 ഇസ് ഈക്വൽ ടു 34 ഓൾറെഡി ഉണ്ട് അവിടെ, മൈനസ് 2 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ 22. ഓക്കെ, സോ x1 ഇസ് ഈക്വൽ ടു 34ൽ നിന്ന് 22 പോയാൽ 34 മൈനസ് 22 ഇസ് ഈക്വൽ ടു 4ൽ നിന്ന് 2 പോയാൽ 2 ആണ്, 3ൽ നിന്ന് 2 പോയാൽ 1 ആണ്. സോ 12 ആണ് ഉത്തരം വരുന്നത്. x1 ഇസ് ഈക്വൽ ടു 12. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം x1 ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. പൊതുവ്യത്യാസം എത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക്? പൊതുവ്യത്യാസം നമുക്കറിയാം 11 ആണ്. സോ 12ൽ കൂടെ 11 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? വേണമെങ്കിൽ കൂട്ടാടാ. 12 പ്ലസ് 11 ഇസ് ഈക്വൽ ടു 3, 2, 23. വീണ്ടും 11 കൂട്ടിക്കഴിഞ്ഞാൽ 34. ഓക്കെ, വീണ്ടും 11 കൂട്ടിക്കഴിഞ്ഞാൽ 45 അല്ലെ? വീണ്ടും 11 കൂട്ടിക്കഴിഞ്ഞാൽ 56, വീണ്ടും 11 കൂട്ടിക്കഴിഞ്ഞാൽ 67, വീണ്ടും 11 കൂട്ടിക്കഴിഞ്ഞാൽ 78, വീണ്ടും 11 കൂട്ടിക്കഴിഞ്ഞാൽ 89. മനസ്സിലായോ? ഇത് ഇങ്ങനെ പോകും. ഇത്രയൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. x1, x2, x3, x4, x5, x6, x5 വരെ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇത്ര എഴുതി. ഇനി വേണമെങ്കിൽ വീണ്ടും 11 കൂട്ടി പൊക്കോളൂ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോ ആ ഒരു ചോദ്യം ക്ലിയർ ചെയ്തു. നമ്മൾ അടുത്ത ചോദ്യം ചെയ്യാം. അടുത്ത ചോദ്യം നോക്കിക്കേ. 3-ാം പദം 43. ഓക്കെ, നമുക്ക് നമ്മൾ നേരത്തെ കള്ളി വരച്ച പോലെ എഗെയിൻ ഇവിടെയും കള്ളി വരയ്ക്കാം. കള്ളി വരച്ചു. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? 3-ാം പദം 43. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക 3-ാം പദം എന്ന് പറയുമ്പോൾ ഇതാ. ഓക്കെ, 43. ഓക്കെ, ഇനി എന്തുട്ടാ? 6-ാം പദം 76. 6-ാം പദം 76. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് കാണാനുള്ള ഈക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കോമൺ ഡിഫറൻസ്. ഇനി ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേമുകൾ ഏതൊക്കെയാണ്? 76 ഉണ്ട്. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ പതുക്കെ പറയാം. 76 ഉണ്ട്, ഇവിടെ 43 ഉണ്ട്. ഇതാണ് ടേമുകൾ. അപ്പൊ നിങ്ങൾക്ക് ടേമും സംഭവങ്ങളും കൺഫ്യൂഷൻ ആവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ കള്ളി വരച്ചിട്ട് ചെയ്തോളാം പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? 76 മൈനസ് 43. കാരണം ഇങ്ങനെ കള്ളികളൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല. നമ്മളിത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആവും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ആ ഒരു ഫ്ലോയിൽ ചെയ്യാൻ പറ്റും. 76 മൈനസ് 43. 76ന്റെ നേരെ മേലെ കിടക്കുന്നത് 6 ആണ്, മൈനസ് 43ന്റെ മേലെ കിടക്കുന്നത് 3 ആണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു 76 മൈനസ് 43 ഇസ് ഈക്വൽ ടു 6ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 3 ആണ്, 7ൽ നിന്ന് 4 പോയി കഴിഞ്ഞാലും 3 തന്നെയാണ്. സോ 33 ഡിവൈഡഡ് ബൈ 6ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 3 ആണ്, 3ൽ 3 ഒരു പ്രാവശ്യം, 3ൽ 3 ഒരു പ്രാവശ്യം. സോ 11 ആണ് ഉത്തരം വരുന്നത്. കോമൺ ഡിഫറൻസ് ഈസ് 11. ക്ലിയർ അല്ലേ? കോമൺ ഡിഫറൻസ് 11 കിട്ടി. നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം ചെയ്തില്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇതെന്തിനപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം? ഇതിൽ നിന്ന് നേരെ 11 കുറച്ചാൽ പോരെ, ഇതിൽ നിന്ന് നേരെ 11 കൂട്ടിയാൽ പോരെ, അപ്പൊ നമുക്ക് കിട്ടില്ലേ എന്ന് വിചാരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനൊരു മെത്തേഡ് പറഞ്ഞതാണ്. നോക്കിക്കേ, നമുക്ക് ഏതൊക്കെ അറിയാം? x3 അറിയാം. x3 നമുക്ക് തന്നിട്ടുണ്ട്. x3 എത്രയാണ് തന്നിട്ടുള്ളത്? നമുക്ക്
43 തന്നിട്ടുണ്ട്. നോക്കിക്കേ, x3 43 തന്നിട്ടുണ്ട്. ഡി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 11 കണ്ടുപിടിച്ചു. നമുക്ക് ഇതിൽ നിന്ന് എന്ത് കാണാൻ പറ്റും? ഇതിൽ നിന്ന് x1 കാണാൻ പറ്റും. x1 എങ്ങനെയാ കാണുക? x1 is equal to x1 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു നമ്മള്? x3യിൽ നിന്ന് 2 പ്രാവശ്യം എന്ത് കുറച്ചാൽ മതി? ഡി കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താണെന്ന് അറിയോ? ഓക്കെ, ഇത് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ, ഒരുപാടിരിക്കട്ടെ. ഓക്കെ, നമുക്ക് വേറെ രീതിയിൽ പറയാം. അതായത് അത് മാത്രമല്ല തന്നിട്ടുള്ളത്, നമുക്ക് വേറൊരു സംഖ്യ തന്നിട്ടുണ്ട്. x6 തന്നിട്ടുണ്ട്. x6 76 തന്നിട്ടുണ്ട്. നോക്കിക്കേ, x6 76 തന്നിട്ടുണ്ട്. നമുക്ക് 2 വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിക്കേ, x1 is equal to x6ൽ നിന്ന് എത്ര പ്രാവശ്യം ഡി കുറയ്ക്കേണ്ടി വരും? ഒന്ന് ശ്രദ്ധിച്ചേ. x1 കാണാനായിട്ട് x3യിൽ നിന്ന് 2 പ്രാവശ്യം കുറച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x1 കാണാനായിട്ട് x6ൽ നിന്ന് എത്ര ഡി കുറയ്ക്കണം? സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഐഡിയ നോക്കിക്കേ. 3ൽ നിന്ന് 2 പോയാൽ 1, 6ൽ നിന്ന് 5 പോയാൽ 1. മനസ്സിലായോ? നോക്കിക്കേ, 3ൽ നിന്ന് 2 പോയാൽ 1. അതേപോലെ തന്നെ 6ൽ നിന്ന് എന്ത് പോകണം? 1 കിട്ടണമെങ്കിൽ 5 പോകണം. സോ 6ൽ നിന്ന് 5 പോയാൽ 1 കിട്ടും. ഇങ്ങനെ എഴുതി വെക്കാം. അപ്പൊ ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്. x1 നമുക്ക് അറിഞ്ഞൂടെ, കണ്ടുപിടിക്കണം. x3 നമുക്കറിയാം. ഇവിടെ x3 തന്നിട്ടുള്ള എത്രയാണ്? 43 ഇതിൽ ഏതെങ്കിലും ചെയ്താൽ മതി കേട്ടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇൻറ്റു 11. ഇവിടെ എങ്ങനെ ചെയ്യാം? x1 is equal to ഇതിൽ ഏതെങ്കിലും പാറ്റേൺ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് 2 രീതിയിലും ചെയ്യുന്നത്. യു ക്യാൻ സിലക്ട് എനി ഓഫ് ദീസ്. ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാം. x6 എത്ര തന്നിട്ടുണ്ട്? 76 തന്നിട്ടുണ്ട്. -5 ഇൻറ്റു 11. ഇവിടെ നമുക്ക് ചെയ്യാം. x1 is equal to 43 മൈനസ് 22. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? x1 is equal to 76 മൈനസ് 55. ഓക്കെ, കിട്ടിയല്ലോ. സോ x1 is equal to 43ൽ നിന്ന് 22 പോയി കഴിഞ്ഞാൽ 43 മൈനസ് 22 is equal to 3ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 1, 4ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 2, 21 കിട്ടും. അത് തന്നെ അപ്പുറത്തും കിട്ടും ഡെഫിനറ്റ്ലി. ഓക്കെ, എത്ര കിട്ടി നമുക്ക്? 21 കിട്ടി. 21 അല്ലേ അത്? 21. അത് തന്നെ എവിടെയും കിട്ടും. നോക്കിക്കേ, x1 is equal to 76ൽ നിന്ന് 55 പോയി കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 21 കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു രീതി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാർ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു തന്നെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. അതൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം, 11 43ൽ നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കിട്ടും. അപ്പൊ എത്ര കിട്ടും? 32 കിട്ടും. വീണ്ടും 11 കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കിട്ടും. എത്ര കിട്ടും? 21 കിട്ടും. കിട്ടിയില്ലേ? ഇവിടേക്കാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 11 കൂട്ടിയാൽ മതി, 54 കിട്ടും. 43ന്റെ കൂടെ 11 കൂട്ടുക. ഇവിടെ എത്ര കിട്ടും? 65 കിട്ടും. അടുത്ത എത്ര കിട്ടും? 76 കിട്ടും. അടുത്ത എത്ര കിട്ടും? 87 കിട്ടും. അടുത്തതോ? 98 കിട്ടും. ഇങ്ങനെ പോകും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം 2, 5-ാം പദം 3. ഓക്കെ, 3-ാം പദം നോക്കാം. നമുക്ക് കള്ളി വരയ്ക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചോദ്യത്തില്? 3-ാം പദം 2. 3-ാം പദം 2. അപ്പൊ തന്നെ എഴുതി വെച്ചു. 3-ാം പദം ഇതാണ്. 3-ാം പദം 2. പിന്നെ എത്രയാ പറഞ്ഞിട്ടുള്ളത്? 5-ാം പദോ? 5-ാം പദം 3. 5-ാം പദം 3 ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. 5-ാം പദം 3. നമുക്ക് കോമൺ ഡിഫറൻസ് കാണണം. പൊതുവ്യത്യാസം d ഇസ് ഈക്വൽ ടു പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് എത്രയാണ്? 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 ഇസ് ഈക്വൽ ടു 3ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 1 ബൈ 5ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 2. 1/2. 1/2 വ്യത്യാസം വരുന്നത്. 1/2. ഓക്കെ, അപ്പോ 1/2 എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി എന്നാണ് അർത്ഥം വരുന്നത്. പകുതി. ഓക്കെ, 1/2. ഓക്കെ, നിങ്ങൾക്ക് അതായത് 2ൽ നിന്ന് പകുതി പോയി കഴിഞ്ഞാൽ എത്രയാ? 2ൽ നിന്ന് പകുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. 2ൽ നിന്ന് പകുതി പോയി കഴിഞ്ഞാൽ 1.5. 1.5 വീണ്ടും പകുതി പോയാലോ? നമുക്കറിയാം 1. 2ന്റെ കൂടെ പകുതി കൂട്ടിയാലോ? 2.5.
അല്ലെ 2.5. വീണ്ടും പകുതി കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് അര കൂട്ടിക്കഴിഞ്ഞാൽ 3, വീണ്ടും അര കൂട്ടിക്കഴിഞ്ഞാൽ 3.5, പിന്നെയോ 4, പിന്നെയോ 4.5, പിന്നെയോ 5, പിന്നെയോ 5.5, ഇങ്ങനെ വരും. ഓക്കെ, 5.5 ഇങ്ങനെ വരും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പല രീതികളുണ്ട്, പല പാറ്റേണുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാനിപ്പോൾ 2 ഐഡിയ പറഞ്ഞു, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ചെയ്യാം. ഓക്കെ, അടുത്തത്, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക. സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങനെയാ ചെയ്യുക എന്നുള്ളതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ, കമന്റിൽ ചോദിക്കുക. ഇനി അടുത്തത് ചെയ്യാം, 4ാമത്തെ ചോദ്യം. ഓക്കെ, സോ എഗെയിൻ നമുക്ക് കള്ളി വരയ്ക്കാം. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? 5ാം പദം 8 എന്ന് തന്നിട്ടുണ്ട്. 5ാം പദം 8, 5ാം പദം 8, എവിടെ 5ാം പദം 8. ഓക്കെ, പിന്നെന്താ തന്നിട്ടുള്ളത്? 9ാം പദം 10, 9ാം പദം 10, 9 എവിടെ പോയി? 9ാം പദം 10. ഓക്കെ, നമ്മൾ എന്ത് കാണണം? ഡി ഇസ് ഈക്വൽ ടു എന്താണ്? നോക്കിക്കേ, പദവ്യത്യാസം ഡി ഇസ് ഈക്വൽ ടു പൊതുവ്യത്യാസം ഡി ഇസ് ഈക്വൽ ടു എന്താണ്? പദവ്യത്യാസം, ദാറ്റ് ഈസ് ടേം ഡിഫറൻസ്. അയ്യോ, ഞാനിവിടെ എന്ത് എഴുതി? ഓക്കെ, ശരിയാണല്ലോ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അയ്യോ, ഞാനിവിടെ എന്തിനാ ഇവിടെ മൈനസ് ഇട്ടെ? ഇവിടെ മൈനസ് ഉണ്ടാട്ടെ. ഞാനിവിടെ ചുമ്മാ വെറുതെ മൈനസ് ഇട്ടു. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്നുമില്ല. ഞാൻ ആ ഫ്ലോയിൽ ചെയ്തു പോയത്, കുഴപ്പമില്ല. മൈനസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ടേം ഡിഫറൻസ് തന്നെ മൈനസ് ആണല്ലോ. നിങ്ങൾ ഈക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഡി ഇസ് ഈക്വൽ ടു ടി ഡി ഡിവൈഡഡ് ബൈ പി ഡി. ഓക്കെ, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേമുകൾ ഏതൊക്കെയാണ്? ടേമുകൾ നമുക്ക് 10മുണ്ട്, 8മുണ്ട്. പൊസിഷനുകൾ ഏതൊക്കെയാണ്? 9മുണ്ട്, 5മുണ്ട്. ഇസ് ഈക്വൽ ടു 10ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ 2ആണ്, 9ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 4ആണ്. 2/4 എന്ന് പറഞ്ഞാൽ 2 വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. 2ൽ 2 ഒരു പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം. സോ 1/2. നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ 1/2 തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ വന്നിട്ട് 7.5, ഇവിടെ വന്നിട്ട് 8.5. 8.5യുടെ കൂടെ വീണ്ടും അര കൂട്ടിക്കഴിഞ്ഞാൽ 9, അര കൂട്ടിക്കഴിഞ്ഞാൽ 9.5, അര കൂട്ടിക്കഴിഞ്ഞാൽ 10, വീണ്ടും അര കൂട്ടിക്കഴിഞ്ഞാൽ 10.5. അതൊന്നും ചോദിച്ചിട്ടില്ല, നമ്മൾ ചുമ്മാ എഴുതി വെക്കണം കേട്ടോ. 7.5, അര കുറച്ച് കഴിഞ്ഞാൽ 7, അര കുറച്ച് കഴിഞ്ഞാൽ 6.5, അര കുറച്ച് കഴിഞ്ഞാൽ 6. ഇങ്ങനെ ചെയ്തു വെച്ചു. ഞാൻ മറ്റേ മെത്തേഡിലും കൂടി ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ അതും കൂടി ഞാൻ പറയാം. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഡി കിട്ടിയിട്ടുണ്ട്. ഡി വി ഹാവ് ഫൗണ്ട്, ദാറ്റ് ഈസ് 1/2. പിന്നെ എന്താ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള? ഏതെങ്കിലും ഒരെണ്ണം മതി. ഏതാ തന്നിട്ടുണ്ടായിരുന്നേ? x5 അല്ല തന്നിട്ടുണ്ടായിരുന്നെ? 8. x5 8 അല്ലേ തന്നിട്ടുള്ളത്? അല്ലെ, x5 8 എന്നല്ലേ തന്നിട്ടുണ്ടായിരുന്നേ? x5 8. ഓക്കെ, അതാണ് തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ചോദ്യം ചെയ്യാം. x5 ഇസ് ഈക്വൽ ടു 8 ഇത്രയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു? x1 എന്ന് പറയുന്നത് x5ൽ നിന്ന് എത്ര പ്രാവശ്യം d കുറയ്ക്കേണ്ടി വരും? നമുക്കറിയാം 1 എന്ന് പറയുന്നത് 5ൽ നിന്ന് 4 കുറച്ചാലുള്ളതാണ്. സോ 4d. സോ x1 ഇസ് ഈക്വൽ ടു x5 തന്നിട്ടുള്ള എത്രയാണ്? 8 മൈനസ് 4d. 4 ഇൻറ്റു അരാന്നല്ലേ പറഞ്ഞിട്ടില്ലേ? 4 ഇൻറ്റു അരയാണ് കോമൺ ഡിഫറൻസ് കേട്ടോ. ഓക്കെ, x1 ഇസ് ഈക്വൽ ടു 8 മൈനസ് 4 ഇൻറ്റു 1 4 തന്നെയാണ് ബൈ 2. 4ൽ 2 പ്രാവശ്യം. സോ 8 മൈനസ് 2 ഇസ് ഈക്വൽ ടു 6. x1 ഇസ് ഈക്വൽ ടു 6. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. അടുത്ത ചോദ്യം. യെസ്, 5ാം പദം 7. സോ വി നീഡ് എ കള്ളി. ഓക്കെ, 5ാം പദം 7 അല്ലേ പറഞ്ഞ? 5ാം പദം എടുക്കുന്നു 7. സോറി 5ാം പദം 7. 5ാം പദം 7. പിന്നെ എന്താ തന്നിട്ടില്ല? 5ാം പദം 7 തന്നു. പിന്നെ 7ാം പദം 5. 7ാം പദം 5. അയ്യോ, 7ാം പദം 5. 7ാം പദം 5 ചെയ്യാം. ഓക്കെ, എന്താ ചെയ്യണ്ടേ? പദവ്യത്യാസമല്ല, പൊതുവ്യത്യാസം ഡി ഇസ് ഈക്വൽ ടു പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ദാറ്റ് ഈസ് 5 മൈനസ് 7 ഡിവൈഡഡ് ബൈ
7 മൈനസ് 5. ഓക്കെ, ഇസ് ഈക്വൽ ടു 5ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇവിടെ വലുത് ഏതാ 7 അല്ലേ, 7ൽ നിന്ന് 5 കുറയ്ക്കുക, അപ്പൊ 2 കിട്ടും. വലുതിന്റെ ചിഹ്നം എന്താ മൈനസ് അല്ലേ, അത് കിട്ടും. ഡിവൈഡഡ് ബൈ 7ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 2. സോ നമുക്ക് എന്ത് കിട്ടും, 2ൽ 2 ഒരു പ്രാവശ്യം. സോ മൈനസ് ചിഹ്നം ഇടാം, -1. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. കമന്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് അറിയും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അഥവാ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ ബേസിക്കായിട്ട് പഠിക്കുന്നതാണ്, പക്ഷെ അറിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. ഓക്കെ, സോ -1 കിട്ടി. -1 ആണ് കോമൺ ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താ, ഇവിടെ എന്തായിരിക്കും 5 - 1. ഓക്കെ, എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ, ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അതായത് 5ൽ നിന്ന് 5 മൈനസ് എന്ത് കുറയ്ക്കണം, -1 കുറയ്ക്കുക. ഈ മൈനസും മൈനസും എന്തായി മാറും, പ്ലസ് ആവും. സോ 5 പ്ലസ് 1 ആവും. 5 പ്ലസ് 1 എത്രയാണ്, 6 ആവും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, അപ്പൊ ഈ ഒരു സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ എഴുതി പോവാം. ഇവിടെ 5, 6, 7, എന്നാ ഇവിടെ 8ഉം ഇവിടെ 9ഉം ഇവിടെ 10ഉം ഇവിടെ 11ഉം എടുക്കട്ടെ. അത്രേ ഉള്ളൂ സംഭവം. ഇവിടെ 5 നോക്കിക്കേ, എന്നാ പിന്നെ ഇവിടെ 4ഉം ഇവിടെ 3ഉം ഇവിടെ 2ഉം. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചു. ചില കുട്ടികളായിരിക്കും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, സംഭവം യൂസ് ചെയ്യണം, പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പാറ്റേണിൽ ചെയ്യും, കാരണം എന്റെ ടീച്ചർ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ട്. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. എക്സാമ്പിൾ നോക്കിക്കേ, ഡി നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. ഡി എത്ര കണ്ടുപിടിച്ചു, ഡി ഈക്വൽ ടു -1 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ തന്നിട്ടുള്ളേ, നമുക്ക് എന്താ തന്നിട്ടുള്ളേ, നമുക്ക് തന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരെണ്ണം 5ാം പദം 7 എന്ന് തന്നിട്ടുണ്ട്. അതായത് x5 തന്നിട്ടുണ്ട്. x5 = 7 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും, x1 എന്ന് പറയുന്നത് x5 അല്ലേ, x5ൽ നിന്ന്, അതായത് 1 കിട്ടണമെങ്കിൽ 5ൽ നിന്ന് എന്ത് കുറയ്ക്കണം, 4d. മനസ്സിലായല്ലോ? സോ x1 = ഇതേപോലെ തന്നെ ചെയ്യാം, സിമ്പിൾ. 7 അല്ലേ അവിടെ കിടക്കുന്നത്, x5 എന്ന് പറഞ്ഞാൽ 7 അല്ലേ, 7 മൈനസ് 4 ഇൻറ്റു -1. മനസ്സിലായല്ലോ? -1. ഓക്കെ, x1 7 മൈനസ് ഇവിടെ എന്താവും, 4 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ അത് -4 ആവും. ഈ മൈനസും ഈ മൈനസും തമ്മിൽ എന്താവും എന്നറിയോ, 7 മൈനസ് എന്ന് പറയുമ്പോൾ അതെന്താവും, പ്ലസ് ആവും. 7 + 4 = 11 ആവും ഉത്തരം. 11 കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇവിടെ. യെസ്, x1 = 11. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ സെക്ഷനിലുള്ള ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, കമന്റിൽ ചോദിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റൻസ് റെഡി. ഇത് ചെയ്തു, ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. നമ്മൾ ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഫാസ്റ്റ് ആയിട്ടൊന്നല്ല ചെയ്യുന്നത്, നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റൻസ്. പിന്നെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അടുത്ത ചോദ്യം സിമ്പിൾ ചോദ്യങ്ങളാണ്. 1, 11, 21 എന്ന സമാന്തര ശ്രേണിയിലെ 25ാം പദം എന്താണ്? ഓക്കെ, സിമ്പിൾ. ശ്രദ്ധിച്ചോ, ഞാനിവിടെ പതിയെ എഴുതുന്നുള്ളൂ, നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ എഴുതുന്നുള്ളൂ. 1, 11, 21 ഇതിൽ 25ാം പദം എന്താണ്? നിങ്ങൾക്ക് ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ 11ൽ നിന്ന് ഈ 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും അല്ലേ? 11ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. എന്താ ഇക്വേഷൻ കിട്ടുക, d = x2 - x1 അല്ലെങ്കിൽ x3 - x2. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. = എത്രയാ, നമുക്ക് ഒന്നുകിൽ ചെയ്യാം x2 11 അല്ലേ, 11 - 1 = 10 എന്ന് കിട്ടി. ഇവിടെ വേണമെങ്കിൽ ചെയ്ത് നോക്കി, x3 എത്രയാ, 21 അല്ലേ, 21 - 11 = അതും 10 തന്നെയാണ്. സോ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി, നമുക്ക് 10 എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി 10. പിന്നെ 25ാം പദമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 1ാം പദം അറിയാലോ, ഒന്ന് ശ്രദ്ധിച്ചേ. x1 എത്രയാണ് ഒന്ന് പറഞ്ഞേ, x1 എത്രയാണ് ഒന്ന് നോക്കിക്കോ. x1 എത്രയാണ്? അപ്പൊ x1 എന്ന് പറഞ്ഞാൽ 1ാം പദമാണെന്ന് അറിയാലോ. 1ാം പദം അവിടെ കൊടുത്തിട്ടുണ്ട്.
x1 എത്രയാണ് 1 ആണ്. ഓക്കെ, x1 ഇസിക്കൽ ടു 1. കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടെത്തി. d ഇസിക്കൽ ടു എന്താണെന്ന് കണ്ടെത്തി നമ്മൾ 10 ആണെന്ന് കണ്ടെത്തി. നമുക്ക് എന്താ കാണാനുള്ളത്? നമുക്ക് കാണാനായിട്ടുള്ളത് x 25 കാണാനുള്ളത്. അപ്പൊ x 25 കാണാനായിട്ടുള്ള ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ. സിമ്പിൾ ഇക്വേഷൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നോക്കിക്കേ, x25 ഇസിക്കൽ ടു x25 കാണണമെങ്കിൽ x1ന്റെ കൂടെ പ്ലസ് എത്ര d കൂട്ടണം? ഒന്ന് ആലോചിച്ചേ. ഇവിടെ 25 കിടക്കുന്നത്, 25 ഈ സൈഡിൽ കിടക്കുന്നത്, ഇവിടെ എത്ര കിടക്കുന്നത്? 1. 1ന്റെ കൂടെ എത്രയും കൂടി കൂട്ടിയാൽ 25 ആവുന്നേ? 24 അല്ലേ? 24. സോ 24d. ഓക്കെ, നോക്കിക്കേ. അപ്പൊ ഞാൻ ഇതൊന്നും നമുക്ക് റിവൈസ് ചെയ്യാം. നോക്കിക്കേ, x 25 കാണുന്നുണ്ടെങ്കിൽ x1ന്റെ കൂടെ 24d ചെയ്യാം, കൂട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x 50 കാണണമെങ്കിലോ? x 50 കാണുന്നുണ്ടെങ്കിൽ x1ന്റെ കൂടെ 49d കൂട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x 100 കാണണമെങ്കിലോ? x 100 കാണുന്നുണ്ടെങ്കിൽ x1ന്റെ കൂടെ 99d കൂട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x 10 കാണണമെങ്കിലോ? x1ന്റെ കൂടെ 9d കൂട്ടുക. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഓക്കെ, 25 ഇവിടെ, 24 ഇവിടെ എഴുതി, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ചെയ്യാം. x25 കാണണം. x1 നമുക്കറിയാം. x1 എത്രയാണ് നമുക്കുള്ളത്? 1 പ്ലസ് 24d. d എത്രയാണ്? 24 ഇൻറ്റു 10. 24 ഇൻറ്റു 10 വെച്ചാൽ 240 നമുക്കറിയാം. സോ x25 ഇസ് ഈക്വൽ ടു 1 പ്ലസ് 240 ഇസ് ഈക്വൽ ടു 241. 241 കിട്ടിയോ? മനസ്സിലായോ? സിമ്പിൾ ചോദ്യം. 25 പദം കിട്ടി, 241. ഓക്കെ, അടുത്ത ചോദ്യം. ഇനി ഇത് ശരിയാണോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യണം. 1, 11, 21, 31, 41, 51, 61, 71, 81, 91, 101 അങ്ങനെ പോയിട്ട് വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാം. പക്ഷെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രീതി. ഓക്കെ, അടുത്ത ഇതേപോലെ തന്നെ ചോദ്യങ്ങളാണ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തു. ഒരു സമാന്തര ശ്രേണിയിലെ 10 പദം 46. ഓക്കെ, അപ്പൊ നമുക്കറിയാം 10 പദം എന്ന് പറഞ്ഞ x10. x10 ഇസിക്കൽ ടു തന്നെ പറഞ്ഞിട്ടുള്ളത് 46 തന്നിട്ടുണ്ട്. 11 പദം അതായത് x11 ഇസിക്കൽ ടു 51. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൊതുവ്യത്യാസം കാണാം. എങ്ങനെ പൊതുവ്യത്യാസം കാണാൻ പറ്റുന്നത്? ഇതാണ് ടേമുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ടേമുകൾ, പദങ്ങൾ, ടേമുകൾ. ഇതാണ് ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് രണ്ടും തെറ്റിക്കരുത് കേട്ടോ. ഇതാണ് ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ പഠിച്ചതാണ് d ഇസിക്കൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് നമ്മൾ പഠിച്ചാണ്. ടേമുകൾ ഏതൊക്കെയായിരുന്നു? 51 ഉണ്ട്, 46 ഉണ്ട്. ഡിവൈഡഡ് ബൈ പൊസിഷനുകൾ ഏതൊക്കെയാണ്? 11 ഉണ്ട്, 10 ഉണ്ട്. ഇസ് ഈക്വൽ ടു 51 നിന്ന് 46 പോയി കഴിഞ്ഞാൽ 46 കഴിഞ്ഞാൽ 47, 48, 49, 50, 51, 5. 11 നിന്ന് 10 പോയി കഴിഞ്ഞാൽ 1. 11 നിന്ന് 10 കൊണ്ട് കുറെ ആലോചിക്കുന്നുണ്ട്. 1. സോ 5/1 ഇസ് ഈക്വൽ ടു 5. കിട്ടിയല്ലോ. എന്ത് കിട്ടി? നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. ഓക്കെ, സിമ്പിൾ, പൊതുവ്യത്യാസം കിട്ടി. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. വേറൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കള്ളികൾ വരയ്ക്കാം. എന്തൊക്കെ തന്നിട്ടുള്ളതിൽ നോക്കിക്കേ. 10 പദം 46, 10 പദം 46. കോമൺ ഡിഫറൻസ് എത്ര ആയിട്ടില്ല? 5 അല്ലേ? 5 ആണെങ്കിൽ ഇവിടെ 41. ഓക്കെ, 41 5 പോയ എത്രയാ? 40, 39, 37, 41, 40, 39, 38, 37, 36. ഓക്കെ, ഇതിനൊരു സീക്വൻസ് ഇങ്ങനെയാണല്ലോ. ഒക്കെ 31 ഇവിടെ വന്നിട്ട് 30 ആണെങ്കിൽ 26, 21 അല്ലെ? 21. അടുത്തതോ 21 പോയി കഴിഞ്ഞാൽ ബാക്കി 11 അല്ല 16. ഇവിടെ വന്നിട്ട് 11, ഇവിടെ വന്നിട്ട് 11 കഴിഞ്ഞാൽ ഇവിടെ 6, ഇവിടെ എത്രയാ? 1. ഓക്കെ, നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പറയാണ് മറ്റേ രീതിയിൽ എനിക്ക് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്ക് പൊതുവ്യത്യാസം കിട്ടിയിട്ടുണ്ട്. d ഇസിക്കൽ ടു 5 കിട്ടി. പിന്നെ x10 ഇസിക്കൽ ടു x10 എത്രയാണ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക്? x10 46 തന്നിട്ടുണ്ടല്ലോ, അത് വെച്ച് ചെയ്യാം. x10 ഇസിക്കൽ ടു 46. ഓക്കെ, നമുക്ക് x1 അല്ലേ കാണണ്ടേ? x1 കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? x10 നിന്ന് മൈനസ് എത്ര d കുറച്ചാൽ മതി? 9d കുറച്ചാൽ മതി. ഓക്കെ, കണ്ടോ? 10 - 9 ഇസിക്കൽ ടു 1. ഓക്കെ, സോ x1 ഇസിക്കൽ ടു 46 മൈനസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് 5 അല്ലേ? സോ x1 ഇസിക്കൽ ടു 46 മൈനസ് 9 5 45 ഇസിക്കൽ ടു 1. ഇതല്ലേ ഇവിടെ കിട്ടിയിട്ടില്ലേ?
Go to previous page. Yes. കിട്ടിയല്ലോ. നമ്മളോട് അതിന്റെ ബാക്കി 5 ടേമുകൾ എഴുതാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഓൾറെഡി അല്ലാതെ എഴുതി കഴിഞ്ഞു. സോ ആ ചോദ്യം കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം. 100, 95, 90 എന്ന സമാന്തര ശ്രേണിയിലെ 21ാം പദം എന്താണ്? ഓക്കെ, നമുക്കറിയാം കോമൺ ഡിഫറൻസ് എത്രയാ? 95-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 95 മൈനസ് 100 ഇസ് ഈക്വൽ ടു വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നോടെ ദാറ്റ് ഇസ് -5. എന്ത് കിട്ടി? നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് കിട്ടുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡി ഇസ് ഈക്വൽ ടു -5 കിട്ടി. ഓക്കെ, 21ാം പദം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 21ാം പദം എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 1ാം പദം അറിയാലോ. ഓക്കെ, സോ എക്സ് 21 നമുക്ക് കാണണം. എക്സ് 21 ഇസ് ഈക്വൽ ടു 1ാം പദം അറിയാലോ. നമുക്ക് ഈക്വേഷൻ ആദ്യം എഴുതി വെച്ചോ. x1ന്റെ കൂടെ എത്ര ഡി? 20 ഡി കൂട്ടണം. ഓക്കെ, x1ന്റെ കൂടെ 20 ഡി കൂട്ടിക്കഴിഞ്ഞാൽ 21ാം പദം കിട്ടും. സോ x21 ഇസ് ഈക്വൽ ടു x1 എത്രയാണ്? 100 ആണ്. പ്ലസ് 2 ഇൻറ്റു 2 അല്ല 20 അല്ലേ? 20 ഇൻറ്റു ഡി എത്രയാണ്? -5. സോ x21 ഇസ് ഈക്വൽ ടു 100 പ്ലസ് 20 ഇൻറ്റു 5. 25 എന്ന് പറഞ്ഞാൽ 100 ആണ്. എന്ത് 100? -100. -100. ഓക്കെ, സോ x21 എത്ര കിട്ടി? നമുക്ക് 0 കിട്ടി. x21 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, x21 0. എങ്ങനെ കിട്ടി? 90, 85 വേണമെങ്കിൽ ഒന്ന് പോവാണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാം. സോ ഉത്തരം വരുന്നത് 0 ആണ്. മനസ്സിലായല്ലോ? ഇനി ഓക്കെ, അടുത്ത ചോദ്യം. x10 ഇസ് ഈക്വൽ ടു 56, പിന്നെ 11ാം പദം 51. x11 ഇസ് ഈക്വൽ ടു 51. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് കാണണം? ആദ്യം കോമൺ ഡിഫറൻസ് കാണണ്ടേ? d is equal to term difference divided by position difference, that is 51 minus 56 divided by 11 minus 10 is equal to 51-ൽ നിന്ന് 56 കുറയ്ക്കുക. 51-ൽ നിന്ന് 56 കുറയ്ക്കുക. 51-ൽ നിന്ന് 56 കുറയ്ക്കുമ്പോൾ നമുക്ക് -5 കിട്ടും. -5 divided by എത്രയാ? 11-ൽ നിന്ന് 10 പോയാൽ 1. 11-ൽ നിന്ന് 10 പോയാൽ 1 ഇസ് ഈക്വൽ ടു -5 എന്ന് ഉത്തരം കിട്ടും. കോമൺ ഡിഫറൻസ് -5 ആ. ഓക്കെ, നോക്കിക്കേ, ഡിഫറൻസ് -5 എന്ന് കിട്ടി. നമുക്ക് എന്താ തന്നിട്ടില്ല? പിന്നെ x10 തന്നിട്ടുണ്ടല്ലോ. x10 തന്നിട്ടുണ്ട്. ഓക്കെ, x10 ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? x10 എന്ന് പറഞ്ഞിട്ട് x10 പറഞ്ഞിട്ട് 56 തന്നിട്ടുണ്ട്. 56. ഇത് വെച്ചിട്ട് നമുക്ക് x1 കാണാം. x1 ഇസ് ഈക്വൽ ടു x1 കാണാനായിട്ട് x10-ൽ നിന്ന് -9d ചെയ്താൽ പോരെ? ചെയ്താൽ മതി. x10 എത്രയാ? 56 തന്നിട്ടുണ്ടല്ലോ. 56 മൈനസ് 9 ഇൻറ്റു -5 ഇസ് ഈക്വൽ ടു എത്രയാണ്? 56 മൈനസ് 9 45. എന്ത് 45? -45. എന്ത് ചെയ്യണം? കൂട്ടണം. 56 പ്ലസ് 45. അപ്പോൾ എത്ര കിട്ടും? 56 പ്ലസ് 45 അല്ലേ? 6 5 11, 11 1 ബാക്കി 1, 5 4 9 1 10, 101. 101 ഉത്തരം കിട്ടും. 101 ഉത്തരം കിട്ടും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ x11 51 അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതുപോലെ തന്നെ ഇങ്ങനെയും ചെയ്യാം. കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. d is equal to എത്രയെന്ന് കിട്ടിയത്? നമുക്ക് 5 എന്ന് കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ -5. x11 തന്നിട്ടുള്ള എത്രയാണ്? 51 അല്ലേ? അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും? x1 is equal to x11-ൽ നിന്ന് 10 പ്രാവശ്യം d ചെയ്താൽ മതി. 10d. ഓക്കെ, അതായത് x1 is equal to x11 തന്നിട്ടുണ്ട് 51 മൈനസ് 10 ഇൻറ്റു -5. സോ x1 is equal to 51 മൈനസ് 10 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ 5 10 50. എന്താ 50? -50. ഓക്കെ, is equal to 51. ഈ മൈനസും എന്താവും? പ്ലസ് ആവും. പ്ലസ് 50 is equal to എത്ര കിട്ടും? 51 പ്ലസ് 50. 51 പ്ലസ് 50 എന്ന് പറയുമ്പോൾ 101. അതാണ് ഉത്തരം. 101 ആണ് ഉത്തരം. മനസ്സിലായല്ലോ? 101 ഉത്തരം കിട്ടി.